നമസ്കാരം. നമുക്കിന്ന് ചപ്പാത്തി എഗ് റോൾ ഉണ്ടാക്കിയാലോ? ചപ്പാത്തി എഗ് റോൾ എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് പറയുക എന്ന് തോന്നുന്നുണ്ട്. അഥവാ അതല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി എഗ് റോൾ തന്നെ അങ്ങ് ഇടാം. നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ഇങ്ങനെ കട്ടി കുറഞ്ഞ് നൈസായിട്ടുള്ള എല്ല് ഭാഗങ്ങളില്ല, അതിൽ ഉള്ള സ്കിന്നിൻ്റെ ആ ഒരു ഭാഗവും അതും എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എരിവ് വേണം എന്നുണ്ടെങ്കിൽ കൂട്ടാവുന്നതാണ്. എരിവ് തീരെ വേണ്ട എന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ നമ്മളത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. അപ്പോൾ സവോള ഞാനിവിടെ ചെറിയതായതുകൊണ്ട് ഒരു 3 സവോള എടുത്തിട്ടുണ്ട്. വലിയതാണ് നിങ്ങളുടെ അടുത്തുള്ളത് എങ്കിൽ ഒരു സവോള എടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചെറുതാക്കി അരിയുക. ഇതേപോലെ അരിയാനാണെങ്കിൽ ഇങ്ങനെ അരിയാവുന്നതാണ്, ഇല്ലെങ്കിൽ ചെറിയ കുനുകുന ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അരിയാം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഞാനൊരു 2 അല്ലി മാത്രമാണ് എടുത്തിട്ടുള്ളത്, അതിൽ കൂടുതൽ എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാൻ ഒരു തക്കാളീൻ്റെ പകുതി ചെറുതാക്കി അരിഞ്ഞ് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇപ്പം അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ നമ്മൾ മസാല ഇട്ട് വെച്ചിട്ടില്ല, അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് എണ്ണയൊന്നും കൂട്ടാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണം, പിന്നെ കുറച്ച് ടേസ്റ്റായിട്ടും വെറൈറ്റി ആയിട്ടും ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് ഇനി നന്നായിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ മൊത്തം ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നോക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് 2 ഭാഗവും ഇങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫ്രോസൺ മിക്സ് വെജിറ്റബിൾ ആണ് കേട്ടോ. ഇതിൽ കോൺ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, മട്ടർ ഉണ്ട്, ഇത്രയും സാധനം ഉണ്ട് കേട്ടോ. അത് എന്നിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ അതിൻ്റെ ഐസും തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ പല വെജിറ്റബിൾ എടുക്കുക, ക്യാബേജ്, ക്യാപ്സിക്കം, എന്താണോ നിങ്ങളുടെ അടുത്തുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഈ വെജിറ്റബിൾ ഇടുന്നതിൽ ഇന്നത് തന്നെ വേണം എന്നൊന്നുമില്ല, അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് കുറച്ച് എണ്ണ എടുക്കുക. വെളിച്ചെണ്ണ അല്ലാട്ട് എടുത്തിട്ടുള്ളത്, സാധാരണ നമ്മുടെ സൺഫ്ലവറോ വെജിറ്റബിൾ ഓയിലോ അത് ഏതെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിളിലെ തക്കാളി, സവോള, വെളുത്തുള്ളി ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് അങ്ങനെ കളർ ചേഞ്ച് ആവുന്നത് വരെ നന്നായിട്ട് വാട്ടിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടോ. മുളക് പൊടീൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാവുന്നതാണ്. എനിക്ക് ഈ കറക്റ്റ് അളവ് പറയാനറിയില്ല. ഞാനിങ്ങനെ നമ്മുടെ ഈ മസാല, ഈ ഉള്ളി ഇതൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടിട്ട് അതിനനുസരിച്ചാണ് കേട്ടോ ഞാൻ ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കറക്റ്റ് അളവൊന്നും എനിക്ക് പറയാനറിയില്ല, കാണുന്നതിനനുസരിച്ചാണ്. പിന്നെ കുറച്ച് ഗരം മസാല അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി അഥവാ എണ്ണേൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങനെ ജസ്റ്റ് മസാലേൻ്റെ സ്മെല്ല് പോകുന്നത് വരെ അങ്ങനെ വഴറ്റിയെടുക്കാവുന്നതാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് വെജിറ്റബിൾ ഇല്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് കുറച്ച് നേരം വേവിച്ചാൽ മതി, കാരണം ഹാഫ് വേവായാലാണ് അതിൻ്റെ ടേസ്റ്റ്. ഒരുപാട് ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. കുറച്ചൊന്ന് വേവായി കഴിഞ്ഞാൽ നമുക്കതെടുക്കാം. ഇനി അതിന് നിങ്ങളെടുക്കുന്ന വെജിറ്റബിൾ അനുസരിച്ചിരിക്കും കേട്ടോ വേവിൻ്റെ കാര്യങ്ങളും കണക്കൊക്കെ. എന്നിട്ട് നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന ചിക്കൻ ഫ്രൈ ഇല്ലേ, അത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ നിങ്ങളടുത്ത് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ കസ്തൂരി മേത്തി ഇല്ലേ, നമ്മുടെ ഉലുവേൻ്റെ ഇലയാണെന്ന് തോന്നുന്നുണ്ട് അതിന് പറയാം, അത് ഉണക്കിയത് നമുക്ക് വാങ്ങാൻ കിട്ടും, അതും വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് 2-3 മിനിറ്റ് അങ്ങനെ വേവിച്ചിട്ട് അത് ഓഫ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തം 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ടേൻ്റെ അളവ് എടുക്കാവുന്നതാണ്. 1 വേണമെങ്കിൽ അങ്ങനെ 2, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇപ്പം ഞങ്ങളിവിടെ 2 പേരുള്ളത് കൊണ്ട് ഞങ്ങൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഏകദേശം ഒരു 4-5 ഓംലേറ്റ് ഉണ്ടാക്കാം, എഗ് റോൾ ഉണ്ടാക്കാൻ പറ്റും.
അത് നമ്മളെടുക്കുന്ന ഇതിൽ ഓംലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കട്ടിക്കൊക്കെ അനുസരിച്ചുണ്ടാവും കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും, ഞാൻ അത്യാവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ഞങ്ങൾക്ക് എരിവ് അത്യാവശ്യത്തിന് ഇഷ്ടമാണ്, അതുകൊണ്ട് കുരുമുളക് പൊടി കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കും പോലെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു അടിഭാഗം കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി അതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. ചപ്പാത്തി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും പ്രത്യേകിച്ച് ആർക്കും വേണ്ടി വരില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരടിഭാഗം ജസ്റ്റ് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഒരു ഏകദേശം 2-3 മിനിറ്റ് മതിയാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ വെന്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. അതിലേക്ക് ഇത് ഗ്രീൻ ചട്നിയാണ് കേട്ടോ. ഇത് നമ്മളെ പുതിന, മല്ലിച്ചപ്പ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. നല്ല അടിപൊളി ചട്നിയാണ്. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിലും ഇങ്ങനെ ഇതേപോലെ റോള് ചെയ്യുന്നതിലും പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ വെറുതെ കഴിക്കാനാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ചയോളം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ എത്രയും പെട്ടെന്ന് ഇടാം. എന്നിട്ട് അത് നന്നായിട്ട് നമ്മുടെ ചപ്പാത്തീൻ്റെ മേലെയും നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾ കൂട്ടില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിങ്ങനെ റൗണ്ടായിട്ട് റോള് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ അട ഉണ്ടാവില്ലേ, അടേൻ്റെ പോലെ അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ജസ്റ്റ് ഇങ്ങനെ മടക്കി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. നമ്മുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ അതെങ്ങനെ കഴിക്കണമെന്ന്. പിന്നെ ചപ്പാത്തി റോൾ എന്ന് വന്നതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തു എന്നുള്ളൂ. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ നമ്മൾ അട ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.